ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ പരിപ്പ് കറിയുമായിട്ടാണ്. നമുക്കറിയാം, ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവമായ ഒരു പരിപ്പ് കറിയാണിത്. നമ്മൾ ആദ്യം തന്നെ വിളമ്പുന്നത് ഈ പരിപ്പാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഈസി ആയിട്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടാൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പരിപ്പ് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചെറുപയർ പരിപ്പാണിത്. ഞാനിവിടെ നന്നായിട്ട് കഴുകി എൻ്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടത്. ഈ പരിപ്പ് നമുക്ക് രണ്ട് വിധത്തിൽ വേണമെങ്കിൽ വേവിക്കാം. ഞാനിവിടെ ചെയ്യുന്നത് നെയ്യിൽ വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ കഴുകിയിട്ടും പരിപ്പ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള പരിപ്പുണ്ടാവും. ഇത് കറിക്ക് അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ചെറിയ ജീരകം, തേങ്ങാപ്പീര ഒരു 1/4 കപ്പ്, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി അല്ലി. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ പരിപ്പ് കറി ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനാവശ്യമുള്ള നെയ്യാണിത്. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെക്കാം. കുക്കർ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പരിപ്പ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം. പരിപ്പിന്റെ കളറൊന്നും മാറണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പരിപ്പ് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 4-5 വിസിൽ വരുന്നതുവരെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ പരിപ്പ് നന്നായിട്ട് വേകുന്നതാണ് എൻ്റെ കണക്ക്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. പരിപ്പ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ വെന്ത പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അല്ലെങ്കിൽ ഈ പരിപ്പൊന്ന് ചെറുതായിട്ട് കുറുകി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്താലും മതി. പക്ഷെ ഈ പരിപ്പ് അധികം കുറുക്കി എടുക്കരുത്. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ പരിപ്പൊന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് കുറുകിയേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പരിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കുറുകി പോകരുത്, ഈ പാകത്തിന് എടുത്താൽ മതി. ഈ പരിപ്പ് കറി കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ഈ പാകത്തിൽ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യോ അല്ലെങ്കിൽ നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി റെഡി ആയി കഴിഞ്ഞ് ഇത് ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായി നമുക്ക് കാണാം. താങ്ക് യു.